ഈ പെണ്ണിനെ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഇതിൽ കണ്ടത്. ഒരു മിനിറ്റ് ഒന്ന് വിളിച്ചു നോക്കട്ടെ, റിപ്ലൈ വന്നിട്ടുണ്ടോ എന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഒരു മിനിറ്റ്. സീനാവും. അയ്യോ, ഇത് സീനായി തോന്നല്ല. അയ്യോ, ഈ പെണ്ണ് ഇതാ നമ്മ ഇപ്പൊ കണ്ട പെണ്ണ്. വിളിക്കണ്ടേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. എടുക്കും തോന്നുന്നു. ഹായ് ഹായ്, എന്താ ശരിക്കും പേര്? ആ ലൈവാ. എവിടെയാ സ്ഥലം? ആലുവല്ല. ഞാൻ ആലുവേൻ്റെ അടുത്താ. ഇവിടെ എടപ്പള്ളി എന്ന് പറയും. ആ ഓക്കെ. ആണോ? എന്താ ചെയ്യുന്ന കുട്ടി? +2 അല്ലേ? ആ ഒരു മിനിറ്റ്, കട്ടായിപ്പോയി. ഒരു മിനിറ്റ്. 18 ആയിട്ടില്ല? ഓഗസ്റ്റ് അല്ലേ? ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ എന്തല്ല വിശേഷങ്ങള്? നല്ല രീതിയിൽ പോന്നോ? ഗ്യാങ് എല്ലാരും കോഴിക്കോടാ. അവർ ഇന്ന് ഇനോഗ്രേഷൻ ആയിട്ട് പോയിട്ടുള്ളേ. ഞാൻ പോയിട്ടില്ല. അല്ല എന്താ പോയോ? ഹലോ. ആ എന്താ ചോദിക്ക, എന്താ പറയാ? അപ്പോ പഠിത്തെല്ലാം നല്ലതിൽ പോന്നോ? ഭാവി പുരുഷനെ കുറിച്ചുള്ള കുട്ടീന്റെ ഇതെന്താ സങ്കല്പങ്ങളെല്ലാം? അല്ല, അങ്ങനല്ല. ഭാവി കല്യാണം കഴിക്കാനല്ലേ ഉള്ള ഇത്. കല്യാണം കഴിക്കൂലേ? അപ്പോ കല്യാണം കഴിക്കാണ്ട് എങ്ങനെ ജീവിതം മുമ്പോട്ട് പോകും? ആണോ? ശരിയല്ലേ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്കൊരു പെണ്ണ് കിട്ടണം എന്ന് എന്റെ വലിയ ആഗ്രഹമാണ്. കിട്ടുമായിരിക്കും അല്ലേ? എന്നാ ഞാനും കല്യാണം കഴിക്കാണ്ടിരുന്നാലോ? അങ്ങനെ ഉണ്ടോ? പക്ഷെ കല്യാണം കഴിച്ചാലേ നമ്മളെ കാര്യങ്ങളെല്ലാം നടന്നു പോകും. ദത്തെടുക്കുന്നതില് നമുക്കെന്താ കാര്യം? പക്ഷെ നമ്മളെ അപ്പൊ ഇതുവരെ കുട്ടി പ്രണയിച്ചിട്ടില്ല? ആ, അത് നല്ലൊരു, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ കേൾക്കുന്നുണ്ട്. W ഡിസിഷൻ നല്ലതാ. ആണല്ലേ? എന്നാ ഞാനും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലേ? ലിവിങ് ടുഗദറോ? അപ്പൊ കുട്ടിക്കും ഇങ്ങനത്തെ ലിവിങ് ടുഗദറിനോടാണോ താല്പര്യം? അത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പെണ്ണിനെ കാണുന്നു. ഇതെന്താ ഇത്? ഒറ്റക്ക് എപ്പെങ്കിലും മടുക്കുമല്ലോ. ഒറ്റക്ക് ജീവിച്ച് എപ്പെങ്കിലും മടുക്കൂലേ? അന്നേരം ഒരു ആണോ? എന്നാലും ശരിയല്ലേ? അപ്പൊ ഞാനും കല്യാണം കഴിക്കണ്ടെന്നാണ്
എന്താ പേര് പേര് ഇപ്പോഴത്തെ കാര്യല്ലേ, ആ പേര് പാസ്റ്റും ഫ്യൂച്ചറും നോക്കാറില്ല, പ്രസന്റ് എന്താണോ അതേ ഉള്ളൂ. അത് ഞാനും അങ്ങനെയാണ്. ഞാനും ഇതാണ് പ്രസന്റ് ആണ്. പ്രസന്റ് ആണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതല്ല എന്താണോ അതില് പോവാ. പാസ്റ്റും ഫ്യൂച്ചറൊക്കെ അപ്പോഴത്തെ കാര്യമല്ലേ. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഫ്യൂച്ചർ ഈസ് ഫ്യൂച്ചർ, അത്രേ ഉള്ളൂ. അതെ അതെ അതെ. അപ്പോ സൈൻ ലിയോ പറയുന്നത് നമ്മളെപ്പം പ്രസന്റിൽ ജീവിക്കുക, ബാക്കി കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്, കല്യാണം ഒന്നും കഴിക്കരുത്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ ആ ടൈം ആകുമ്പോ ഒരു മെച്യൂരിറ്റി 25, 26 ഒക്കെ ആകുമ്പോ എന്തായിരിക്കും എന്റെ മൈൻഡ് എന്നുള്ളത്. ഞാൻ 24 ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇപ്പൊ നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരാൾ പറഞ്ഞുതരാൻ ഉണ്ടായിട്ടില്ല. ഞാനും പറയുന്നത് നീ ഇപ്പൊ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ ഇപ്പൊ യോജിക്കുന്നു. ഞങ്ങൾക്കും ഇപ്പൊ തോന്നുന്നു കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ അല്ലെ ജീവിതമായിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ മതി. ഇപ്പൊ ചിലപ്പോ 24 അല്ലേ, ഇപ്പൊ 26, 28 ഒക്കെ ആകുമ്പോ ചിലപ്പോ കല്യാണം കഴിക്കാൻ തോന്നിയെന്ന് വരാം. അപ്പൊ നമ്മൾ അപ്പടുത്ത് അത് ആവുമ്പല്ലേ ഇപ്പൊ എന്താണോ വാട്ട്സ് ഇൻ യുവർ മൈൻഡ് അത് അങ്ങനെ തന്നെ വെച്ച് കൊണ്ടുപോവാം. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് കുട്ടിക്ക് പ്രേമിക്കാൻ തോന്നുമ്പോ എന്ത് ചെയ്യും? അയ്യോ തോന്നുമ്പോ അല്ലേന്ന് പറഞ്ഞാൽ തോന്നുന്നെന്ന് വിചാരിക്കുക. ആ സമയമാകുമ്പോൾ കുട്ടിക്ക് തോന്നുന്നു എനിക്കൊരു പുരുഷൻ വേണം, അല്ലെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് വേണം, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ വേണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? എനിക്ക് പറ്റിയ എന്റെ ഒരേ മൈൻഡുള്ള ഒരു ബോയ് വന്ന് എനിക്ക് തോന്നണം. അതാണ് ഞാൻ ചോദിച്ചത്. ആ മൈൻഡ് എന്താന്ന് ഞാൻ ചോദിച്ചത്. അങ്ങനത്തെ മൈൻഡ് എന്താന്ന് ഞാൻ ചോദിച്ചത്. അന്റെ പോലത്തെ മൈൻഡുള്ള ആളാണോ ഒരു ഭയങ്കര ചില്ലായിട്ടുള്ള? എനിക്ക് കൂടുതലും എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ പോലും എന്റെ ബോയ് ഫ്രണ്ടിന് അത്ര വലിയ പ്രയോറിറ്റി ഒന്നും കൊടുക്കുന്ന വരില്ല. ബിക്കോസ് എനിക്ക് എന്റെ അമ്മ, ചേച്ചി, ബ്രദേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ട ആൾക്കാര്. അവര് കഴിഞ്ഞിട്ടുള്ളൂ. ഈ ലൈഫിൽ ഒരു 5 കാര്യം ഉണ്ടെങ്കിൽ 5 പ്ലേസ്മെന്റിൽ നമ്മൾ കൊടുക്കണം. അല്ലാതെ ഈ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ഇതിലേക്ക് ഈ 4 കൂടി 5 കൂടി കൂട്ടി ഒറ്റ ഒരു പ്ലേസ്മെന്റിലോട്ട് ഇടാൻ പാടില്ല നമ്മള്. ഓക്കെ. അപ്പൊ അങ്ക് പറ്റുന്ന പെമ്പിള്ളേർ ഉണ്ടാവൂലേ ഈ നാട്ടില്? അപ്പൊ കുട്ടി അങ്ക് ഇതല്ലേ നമുക്കായിട്ടുള്ള സാധനം അതെന്തെങ്കിലും ഈ ഉൾട്ടടിച്ചു വരുന്നോട്ട് കണക്ട് ആയി വരും. അല്ല നമ്മളായിട്ട് ഒരാൾക്ക് വേണ്ടി തേടി നമ്മൾ പോകുന്നത്. നമുക്കായിട്ട് ഒരാളുണ്ട്, അത് തന്നെത്താൻ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് വരും. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാട്ടോ. ആണല്ലേ? അപ്പൊ അനക്കൊരു പെണ്ണിനെ കിട്ടുമായിരിക്കും. ഹായ് അമ്മ, സുഖല്ലേ? ആണോ? എന്റെ വീഡിയോ ഇതൊക്കെ മുമ്പ് എന്തോർമ്മ എടുത്ത് നോക്കിയപ്പോ ഞാൻ നോക്കുമ്പോ കൊറേ നോട്ടിഫിക്കേഷൻസ്. എനിക്ക് എന്നെ വിളിച്ചതാ. ഞാൻ വിളിച്ചായിരുന്നു. എനിക്ക് കൊറേ നോട്ടിഫിക്കേഷൻ വന്നു ഇങ്ങനെ, എടാ നിന്നെ ഒരു ഗ്യാങ്ങിൽ ഇങ്ങനെ ഇതാക്കി. ഞാനിപ്പോ ആരാ എനിക്ക് എല്ലാവരും അങ്ങനെ വന്ന് പറഞ്ഞത്. ഞാൻ വായിച്ച് വീഡിയോ നോക്കും, ഗ്യാങ് അങ്ങനെ പറയുന്നുള്ളൂ. അപ്പഴാ പറഞ്ഞ തൊപ്പിയുടെ ഗ്യാങ്ങിൽ ക്ഷമ. ഞാൻ ഇതിക്ക് മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു. പേര് പറഞ്ഞു. ഇല്ല, ഞാൻ അത്രക്കാരനല്ല അമ്മ, ഞാൻ അത്രക്കാരനല്ല. അതെ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാ ഓക്കെ, എന്നാ ശരി. അമ്മനോട് ബായ് പറഞ്ഞേക്ക്. അമ്മ ബായ് കാണാട്ടോ. ഓക്കെ ബൈ. ഓക്കെ ബൈ. പറയാം. ഇതെന്താണിത്? ഇവിടെ പുരാണം കേൾക്കാൻ വേണ്ടി ഞാൻ ഇതാക്കിയതാ. ഇതെന്താന്ന് പുല്ല്? ഞാൻ വിചാരിച്ചു ഇതെങ്കിലും സെറ്റാവുന്നാണ്. ഇതെന്തൊരു അവസ്ഥയെ നോക്കിയാട്ടെ, അതും ഇല്ല. സ്റ്റോപ്പ്. നിർത്തി. എടാ ഞാനൊന്ന്, ഇതെന്താ നമ്മൾ റീൽസ് കാണുന്ന പോലെ അല്ലാലും ഇവരൊന്നും. നമ്മൾ റീൽസ് കാണുന്ന പോലെ അല്ലല്ലേ? എടാ നിങ്ങ എന്തെല്ലാടാ പറയുന്നിടാ? നമ്മൾ റീൽസ് കാണുന്ന പോലെ അല്ലല്ലേ ഈ പെമ്പിളറൊന്നും? ഞാൻ വിചാരിച്ച് ഞാൻ കണ്ട പോലെ അല്ല. നമ്മൾ ഓളെ വീഡിയോസ് റീൽസ് എല്ലാം കണ്ടിട്ട് നമ്മൾ വിചാരിച്ച പോലെ അല്ല. പെണ്ണ് വിളിക്കുമ്പോൾ ഓള് പറയുന്നത് ഓള് കല്യാണം കഴിക്കൂല, ഇതാക്കൂല എന്നല്ലാന്ന് പറയുന്നത്. ഹലോ ഷെയ്ക്കാ, ഞാൻ ഇപ്പം ഇതാ കേറി. ഓള് പറയുന്നത് കല്യാണം കഴിക്കൂല, ഇതാക്കൂല എന്നല്ലാന്ന്. ഇതെന്താ അല്ലേ ഇങ്ങനത്തെ പെമ്പിള്ളേർ? ഞാൻ പിന്നെ ഓളെ മുമ്പിൽ വെറുതെ പറഞ്ഞത് കല്യാണം കഴിക്കൂല അല്ലോ.